കൊല്ലത്തും ജീവൻ കവർന്ന കാലവർഷം. പട്ടാഴിയിൽ മരം ഒടിഞ്ഞു വീണ് ഗൃഹനാഥൻ മരിച്ചു. തങ്കശ്ശേരിയിൽ കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലടക്കം ഗതാഗത തടസ്സം നേരിട്ടു. കൊല്ലം പട്ടാഴിയിൽ മരമൊടിഞ്ഞു വീണ് ഗൃഹനാഥൻ മരിച്ചു. പട്ടാഴി മയിലാടുംപാറ പാലമോട്ടിൽ വീട്ടിൽ സാബു എന്ന ബൈജു വർഗീസാണ് മരിച്ചത്. ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന മരത്തിന്റെ ശാഖ മുറിച്ചു മാറ്റുന്നതിനിടെ മരക്കൊമ്പ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. കൊല്ലം തങ്കശ്ശേരിയിൽ കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൂതാക്കര സ്വദേശി ലോകേഷാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയിൽ മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടമാണുണ്ടായത്. ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം റാണിക്കലിലും ഇരുട്ടുകാനത്തും മൂന്നാറിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും മണ്ണിടിച്ചിലുമുണ്ടായി. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാജകുമാരിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. കട്ടപ്പനയിൽ ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശവുമുണ്ടായി. രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. TUC എല്ലാം സജ്ജമായിട്ടുണ്ട്. 24 hours നമ്മുടെ റവന്യൂ സ്റ്റാഫ്, പോലീസിന്റെ സ്റ്റാഫ്, ഫയർഫോഴ്സിന്റെ സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ KCBയുടെ കൺട്രോൾ റൂംസും ഉണ്ട്. നമ്മൾ ജനങ്ങൾക്ക് പൊതുവെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ കുറച്ചൊരു വോളണ്ടിയർ ഫോഴ്സും കൂടി നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ റെസ്പോൺസ് ഫോഴ്സ് ഇനിയും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നീരൊഴുക്ക് ശക്തമായതോടെ ഇടുക്കിയിലെ കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര എന്നീ 3 ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. കോട്ടയം ജില്ലയിലും മഴ ശക്തമാണ്. മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരം വീണു. 2 ഓട്ടോറിക്ഷകൾ തകർന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.